നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്ക്ലി കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ആവുകയാണ്. ഏകദേശം ഇന്നുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്ക്ലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ചെറിയ തോതിൽ ചൂട് പിടിച്ചു തന്നെ തുടരുന്നുണ്ട്. ഇന്നലെയും ഇറാന്റെ ഭാഗത്ത് നിന്നും കുവൈറ്റിലുള്ള US ബേസിന് മുകളിൽ ആക്രമണം നടത്തിയെങ്കിലും കുവൈറ്റ് വ്യോമപ്രതിരോധ സേന മിസൈലുകളെയും ഡ്രോണുകളെയും തടയുകയും ചെയ്തു. എന്നാൽ അതേസമയം ഇസ്രായേലുമായിട്ടുള്ള ഭാഗികമായ വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള സിൽവറിന്റെ ഇറക്കുമതി മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദിഷ്ട ഇറക്കുമതി ചാനലുകൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഫോറിൻ ട്രേഡിൽ നിന്നുള്ള സാധുവായിട്ടുള്ള ഇറക്കുമതി അംഗീകാരം നിർബന്ധമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, അതായത് ഇന്ത്യയും US തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ച്. ഇന്നലെ US മറ്റൊരു പ്രതിനിധി സംഘം നിലവിൽ ഇന്ത്യയിലുള്ള സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്നലെ ചൊവ്വാഴ്ച മുതൽ വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കുന്നതിനായിട്ട് ഫൈനൽ നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ചർച്ചകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഇൻഫോസിസ്, വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക്, ബ്ലിസ് GVS ഫാർമ, ധനുക അഗ്രിടെക്, അദ്വൈത് എനർജി ട്രാൻസിഷൻസ്, ജോ കോക്രിൽ ഇന്ത്യ, ഇന്റർഗ്ലോബ് ഏവിയേഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നൊരു പക്ഷേ ശ്രദ്ധയാകർഷിച്ചേക്കാം. അവ എന്തുകൊണ്ടാണെന്ന് വിശദമായി തന്നെ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിൽ പരിശോധിക്കുകയും ചെയ്യാം. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,700 തുടർന്ന് ശക്തമായ റെസിസ്റ്റൻസ് ലെവലായ 23,800 എന്ന ലെവലും ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം നിഫ്റ്റിയിൽ ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഇന്നലത്തെ സപ്പോർട്ട് ലെവലായ 23,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും ഈ ലെവലും ശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,100 പിന്നീട് സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ശക്തമായി നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്തേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:30 മെയ് മാസത്തെ HSBC കോമ്പോസിറ്റിന്റെയും സർവീസ് PMI ഫൈനൽ ഡേറ്റകളുടെ റിലീസുകളുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7 ഓസ്ട്രേലിയയിൽ നിന്നും Q1 Q2 ക്വാർട്ടറിന്റെ GDP ഗ്രോത്ത് റേറ്റിന്റെ റിലീസ് നടക്കാനുണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 ഇന്ത്യൻ സമയം US നിന്നും മെയ് മാസത്തെ ISM സർവീസ് PMI ഡേറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. അങ്ങനെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റില് IT മേഖലയിൽ തുടരുവാനായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട്, അതായത് മിനിങ്ങാന്ന് 2.66%, ഇന്നലെ 4.25% നേട്ടത്തോടുകൂടി നിഫ്റ്റി ITക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി ഇന്നലെ നിഫ്റ്റിക്ക് ഡേ ലോയിൽ നിന്നും 250 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി അവസാന 4 ട്രേഡിംഗ് സെഷനുകളിലെ നഷ്ടങ്ങൾക്ക് ശേഷം ഗ്രീനിൽ ക്ലോസ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 8,362.92 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ശക്തമാക്കുകയാണ് ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 9,589.32 കോടി രൂപയ്ക്ക് ബൈയിങ്ങും വർദ്ധിപ്പിച്ചു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സുകളിൽ എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ആക്സിസ് ബാങ്ക് ADRന് 1.25%, ഡോക്ടർ റെഡ്ഡീസിന് 1.25%, HDFC ബാങ്ക് ADRന് 0.5%, ICIC ബാങ്ക് ADRന് 1.25%, ഇൻഫോസിസ് ADRന് 2.5%, വിപ്രോ ADRന് 8.25% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. അതിനാൽ തന്നെ ഇന്ന് ഇന്ത്യൻ ഹെവി വെയ്റ്റ് IT സ്റ്റോക്കുകളായ
ഇൻഫോസിസും വിപ്രോയും ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിലും ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. എണ്ണയുടെ വിലയിലുണ്ടായ നേരിയ വർധനവിനെ തുടർന്നും മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന്റെ സീസ്ഫയറുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം തുടരുന്നതിനാലും US മാർക്കറ്റുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ നേട്ടത്തിന് ഇന്നലെ ഒരു വിരാമം ഇടേണ്ടതായിട്ട് വന്നു. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും S&P 500നും നാസ്ഡാക്കിനും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.25%, ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1.25% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയില് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.9% അഥവാ 1% ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില 96.87 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $94.63 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $4488.08 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നുകൊണ്ട് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ അടുത്ത ആഴ്ചയിലെ വീക്ക്ലി കോൺട്രാക്ട്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെങ്കിലും നിലവിലെ ഡേറ്റ വെച്ച് PCR 0.95 എന്ന നിലയിലും മാക്സ് പെയിൻ 23,500 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ കൈവരിക്കുവാനായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഏപ്രിൽ മാസത്തെ റാലിയുടെ 50% ഫിബനാച്ചി റിട്രേസ്മെന്റ് ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. RSIയിലും ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 40-ൽ നിന്നും 42.95 എന്ന ലെവലിലേക്കും ഉയർന്നു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 23,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 23,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അതേസമയം കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസ് നോർവേയിലെ ഏറ്റവും വലിയ ബാങ്കായ DNB ബാങ്ക് ASAയുമായിട്ടുള്ള തന്ത്രപരമായ സഹകരണം വിപുലീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. വേദാന്ത കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെയും ചില ഓഫീസുകളിൽ ED സന്ദർശിച്ചു. ബ്ലിസ് GVS ഫാർമ മഹാരാഷ്ട്രയിലെ പാൽഗാറിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് WHO പ്രസിദ്ധീകരിച്ച നല്ല നിർമ്മാണ രീതികൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ള ഒരു പരിശോധന ക്ലോഷർ റിപ്പോർട്ട് കമ്പനിക്ക് ലഭിച്ചു. ധാനുക അഗ്രിടെക് 70 കോടി രൂപ വരെ വിലമതിക്കുന്ന കമ്പനിയുടെ ഷെയർ ബൈബാക്ക് നാളെ ജൂൺ 4 മുതൽ ആരംഭിക്കും. ഓഹരി ഒന്നിന് 1,400 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ബൈബാക്ക് ഓഫറിന് കീഴിൽ ഏകദേശം 5 ലക്ഷം ഓഹരികൾ വരെ വാങ്ങാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതും. അദ്വൈത് എനർജി ട്രാൻസിഷൻസ് ഗുജറാത്ത് ഊർജ് വികാസ് നിഗവുമായിട്ട് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ അദ്വൈത് ബീസ് ബോഷാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പർച്ചേസ് കരാർ നടപ്പിലാക്കി. ജോൺ കോക്രിൽ ഇന്ത്യ JSW വിജയനഗർ മെറ്റാലിക്സിൽ നിന്ന് 1,250 മുതൽ 1,300 കോടി രൂപ മൂല്യം വരുന്ന പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കാനറ ബാങ്ക് കടപ്പത്രങ്ങൾ വഴി 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബാങ്കിന്റെ മൂലധന സമാഹരണ പദ്ധതിക്ക് 8,500 കോടി രൂപ സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. അദാനി പോർട്സ് മെയ് മാസത്തിൽ 48.3 മില്യൺ മെട്രിക് ടൺ കാർഗോ കൈകാര്യം ചെയ്തുകൊണ്ട് മെയ് മാസത്തെ ഡേറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 16% വളർച്ച രേഖപ്പെടുത്തി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലെ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ 2026 ഓഗസ്റ്റ് 31 മുതൽ മാഞ്ചസ്റ്ററിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.